വെൽക്കം ബാക്ക് ടു തലം ലേണിംഗ്. അബീമിസ് ആണ് മക്കളെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറേ ആനിമൽസിൻ്റെ യങ് വൺസിനെ എന്ത് പേരാ പറയുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, മിസ് ഇതാ ഓരോന്ന് കാണിക്കുമ്പോൾ തനിയെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ലാസ്റ്റ് നിങ്ങൾക്ക് എത്രയാണ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയും താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതാ ഫസ്റ്റ് ആനിമൽ ഏതാന്ന് നോക്കിക്കേ, നമ്മുടെ ക്യാറ്റാണ് അല്ലേ. അപ്പോൾ ക്യാറ്റിൻ്റെ യങ് വണ്ണിനെ നമ്മൾ എന്താ പറയുക? പൂച്ചക്കുട്ടീനെ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുക? അറിയുന്നവരെ വേഗം താഴെ കമൻറ്റ് ചെയ്തോളൂ. യെസ്, നമ്മുടെ ക്യാറ്റിൻ്റെ യങ് വണ്ണിനെ നമ്മൾ കിറ്റൺ എന്നാണ് പറയുക അല്ലേ. KITTEN, കിറ്റൺ എന്ന് പറഞ്ഞാൽ പൂച്ചക്കുട്ടി എന്നാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരാളെ മിസ് കാണിച്ചു തരാം. ഇതാരാ? നമ്മുടെ കോഴിയമ്മയാണ് അല്ലേ. അപ്പോൾ കോഴിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? HEN, ഹെന്നെന്നാണ്. ഹെന്നിൻ്റെ കുട്ടികളെ, അതായത് കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? കീന്ന് ശബ്ദം ഉണ്ടാക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾ. യെസ്, നമ്മൾ ചിക്ക് എന്നാണ് പറയുക. CHICK, ചിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കോഴിക്കുഞ്ഞുങ്ങൾ എന്നാണ് അല്ലേ. അടുത്തത് നോക്കിക്കേടാ, ഇത് ഏത് ജീവിയാ? ഇത് നമ്മുടെ പശുവാണ് അല്ലെ. പശുവിനെ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുക? കൗ എന്നാണ് അല്ലേ. അപ്പോൾ കൗവിൻ്റെ കുഞ്ഞിനെ, അതായത് പശുവിൻ്റെ ക്രാവിനെ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുക? എന്താ പറയുക? യെസ്, കാഫ് എന്നാണ്. CALF, കാഫ് എന്ന് പറഞ്ഞാൽ ക്രാവ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതാ അടുത്ത ആളെ നോക്കിക്കേ. ഇതാരാണ്? താറാവ്. താറാവിൻ്റെ കുഞ്ഞുങ്ങളെ, താറാവിനെ നമ്മൾ ഡക്ക് എന്നാണ് പറയുക. DUCK, ഡക്ക് എന്നാണ് പറയുക. താറാവിൻ്റെ കുഞ്ഞുങ്ങളെ, താറാകുഞ്ഞുങ്ങളെ നമ്മൾ എന്താ പറയുക എന്നറിയോ? യെസ്, ഡക്ലിങ്സ് എന്നാണ് കേട്ടോ. DUCKLINGS, ഡക്ലിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? താറാവിൻ്റെ കുട്ടികളെ പറയും. അടുത്ത് നോക്കിക്കേടാ, ഇതാരാ? ഹോഴ്സ് ആണ് അല്ലേ. കുതിര, HORSE, ഹോഴ്സ്. ഹോഴ്സിൻ്റെ കുട്ടികളെ അല്ലെങ്കിൽ ഹോഴ്സിൻ്റെ കുഞ്ഞിനെ, കുതിര കുഞ്ഞിനെ നമ്മൾ എന്താ വിളിക്കാന്നറിയോ? ഫോൾ എന്നാണ്. FOAL, ഫോൾ എന്നാണ് വിളിക്കുക. ഓക്കെ, അടുത്തത് നോക്കിക്കേടാ, ചെമ്മരിയാട് അല്ലേ. ആടിന് നമ്മൾ എന്താ പറയുക? ചെമ്മരിയാടിനെ ഷീപ്പ് എന്ന് പറയും. അപ്പോൾ ഷീപ്പിൻ്റെ കുട്ടികളെ നമ്മൾ എന്താ വിളിക്കുക? ലാമ്പ് എന്നാണ് കേട്ടോ. ലാമ്പ്, LAMB, ലാമ്പ്. ഓക്കെ, അപ്പോൾ അടുത്ത ജീവിയെ നോക്കിക്കേ. ഇതാരാ? ഇത് നമ്മുടെ ഡോഗാണ് അല്ലേ. അപ്പോൾ ഡോഗിൻ്റെ കുഞ്ഞിനെ, പട്ടിക്കുട്ടീനെ എന്താ വിളിക്കാന്ന് എല്ലാവർക്കും അറിയാം. എന്താണ്? യെസ്, പപ്പി എന്നാണ് അല്ലേ. PUPPY, പപ്പി എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടൈഗറോ? ടൈഗറിൻ്റെ കുട്ടിയെ എന്താ വിളിക്കുക? യെസ്, കബ് എന്നാണ് കേട്ടോ. കബ് എന്നാണ്. ഇനി നമ്മുടെ എലഫൻറ്റിൻ്റെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ, ആനക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? അതിനെ നമ്മൾ ലാമ്പ് എന്നാണ് വിളിക്കുക. സോറി, നമ്മൾ അതിനെ കാഫ് എന്നാണ് വിളിക്കുക. ഓക്കെ, യെസ്. ഇനി ലാസ്റ്റ് വൺ നമ്മുടെ കരടിയാണ് അല്ലേ. കരടിയുടെ കുട്ടിയെ എന്താ വിളിക്കുക എന്ന് അറിയുന്നവർ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.